ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ലൈവായിട്ട് വോയിസ് ഓവർ ചെയ്തിട്ട് ഇടുന്ന വീഡിയോ ആട്ടോ. അതായത് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ മാമൻ്റെ ഹൗസ് വാമിങ് ആയതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന ആ ഒരു സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അവർ ഓൾറെഡി വടകരയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ബസ്സിന് പോകണം. കോഴിക്കോടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് വളരെ കുറവാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ വാച്ച് ഓവറിന് വല്ലാണ്ട് അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ലോങ് വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് ചാനലിലൊന്ന് നന്നാക്കി എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോസ് എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളുടെ വീഡിയോസ് എത്രത്തോളം അടിപൊളിയാവും എന്നൊന്നും അറിയില്ല. കാരണം ആദ്യമായിട്ടാണ് പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓൾറെഡി കുക്കിംഗ് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഓൾറെഡി അതൊക്കെ സെറ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യൽ. പിന്നെ വോയിസ് ഓവർ പിന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തം എനിക്ക് വോയിസ് ഓവർ ഇതിൽ ലൈവായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. എങ്ങനെയായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ചെയ്യണത് ഭയങ്കര ആഗ്രഹമുണ്ട്. ജസ്റ്റ് ഒരു മെമ്മറി ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാട്ടോ എൻ്റെ ലുക്ക്. ഞാനൊരു ജീൻസും ടോപ്പാണ് ഇട്ടിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഗൈസ്? ലുക്കൊക്കെ അടിപൊളിയാണോ? രസമുണ്ടോ കാണാനൊക്കെ? അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് വരാം. കസിൻസിനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അവരെ. പിന്നെ എവിടെയാണ് പോകുന്നത്, ഏതാ ഡ്രസ്സ് എടുത്തതെന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അങ്ങനെ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ബസ് കയറാൻ വേണ്ടിയിട്ട് മെയിൻ റോഡ് മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതേ ലോക്കൽ ബസ്സിനാട്ടോ പോകുന്നത്. അതായത് ഈ പ്രൈവറ്റ് ബസ്സിൽ മെയിനായിട്ട് പോകുന്നതിൻ്റെ ഒരു ഫീൽ എന്ന് വെച്ചാൽ ചുമ്മാ അങ്ങനെ പാട്ടും കേട്ട് പോവാട്ടോ. അവരുടെയൊക്കെ പ്ലേലിസ്റ്റ് അതൊരു വല്ലാത്തൊരു ഫീലിങ്സ് അല്ലേ. അങ്ങനെ ഇതേ ഞാൻ ആദ്യം തന്നെ കസവ് കേന്ദ്രയിലാട്ടോ പോയത്. അവിടെ ഇതേ പിള്ളേർ ഓടിച്ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ അമ്മമാർ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. ഈ പിള്ളേരൊക്കെ മേയിച്ച് വരുമ്പോഴത്തേക്ക് ഒരു പരിവാവല്ലോ. അപ്പോൾ അവർ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ജസ്റ്റ് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടൊക്കെ ആട്ടോ പോയത്. അങ്ങനെ ഇതേ ഷോപ്പിംഗ് ചെയ്ത് തളർന്നിരിക്കുകയാണ്. ഇതേ വടകരയിൽ നിന്ന് ഇറങ്ങിയവർ ഇതേ ഇപ്പം കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കസവ് കേന്ദ്രയിലൊന്ന് ജസ്റ്റ് നോക്കി. അവിടെ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച സാധനമൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ സിൽക്ക് മന്ദിറിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതേ ഓട്ടോ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകാം കേട്ടോ. പിന്നെ സിൽക്ക് മന്ദിറിൽ എത്തിയപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടും സ്കൂളില്ലായിരുന്നു. പിന്നെ ഡ്രസ് കോഡ്, ഓണപ്പരിപാടി അതൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. മര്യാദയ്ക്ക് നോക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ സിൽക്ക് മന്ദിറിലും ഞങ്ങൾ ഉദ്ദേശിച്ചത് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളിലെ ഒരാളും കൂടെ വരാനുണ്ടായിരുന്നു. അവൾ ബേബിയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ അവളെ കാത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗോകുലം മാളിലും പിന്നെ ഇതേ അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ അവൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവളുടെ വിശപ്പും അടക്കി. ഞങ്ങൾ പിന്നെ എവിടെ പോകുന്നുള്ള ഡിസ്കഷനിലായിട്ടോ കുറച്ച് കഥയൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നേ. അതുവരെ മഴ പെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സൂര്യയിലേക്കാവട്ടോ പോയത്. അപ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ. സൂര്യയിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതേ ഇവരെയും കണ്ടുമുട്ടി കേട്ടോ. ഇവരും സിൽക്ക് മന്ദിറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മെല്ലെ അങ്ങോട്ട് നടക്കാൻ വിചാരിച്ച്. പിന്നെ ഞങ്ങൾ കസിൻസ് മാത്രം ഒന്ന് മന്തി കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ ബേബി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ അൽഫാം മന്തി കോംബാണ്, 100 രൂപീസാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 4 ആളും കൂടെ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. അൺലിമിറ്റഡ് റൈസും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ വയറ് നിറയാൻ മാത്രം ഉണ്ട് കേട്ടോ. അപ്പം വന്ന പോലെ തന്നെ എല്ലാവരും ഓരോ വൈക്കായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയുള്ളൂ. ലവ് യു ആൻഡ് ബൈ.